എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. മൂന്നാം പ്രാവശ്യവും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നത്. അത് ഇറ്റലിയിലെ പൂല്യ എന്ന് പറയുന്ന, ഇറ്റലിയിൽ നിന്നും ഏകദേശം ഒരു 500 കിലോമീറ്റർ താഴെ, അതായത് സൗത്ത് ഇറ്റലിയിലുള്ള ഒരു ഭാഗമാണ് ഈ പൂല്യയിൽ. അവിടെ വെച്ചാണ് G7 നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ, മോദിജിയുടെ ആ ഒരു സന്ദർശനം, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മോദിജി നമുക്കറിയാവുന്നതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വളരെ അധികം ക്ലേശങ്ങൾ നിറഞ്ഞ് ഏകദേശം 50 ദിവസത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം, അല്ലെങ്കിൽ 50 ദിവസത്തെ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ അദ്ദേഹം NDA ഗവൺമെൻറ് രൂപം വന്നിരിക്കുകയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മോദിജിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക രാഷ്ട്രങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ എല്ലാവിധത്തിൽ ഇപ്പോൾ നമുക്കറിയാം, എന്തൊക്കെയാണേലും ലോകം എവിടെയും ഇന്ത്യക്കാർ ഒഴുകുകയാണ്. കാരണം ഇന്ത്യയിൽ നിന്നും ലോകത്തിലേക്ക് കുടിയേറിപ്പാർക്കുന്ന ഒരു വലിയ ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മോദിജിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യൂറോപ്പിന് ചുറ്റും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉക്രൈൻ യുദ്ധമുണ്ട്. ഇപ്പോൾ അതിന് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിൽ തന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഒരു ഇടനിലക്കാരനായിട്ട് മോദിജിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റലി G7 ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയിൽ നിന്ന്, അതായത് റോമിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റർ സൗത്തിലാണ് ഈ G7 നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റലിയിലെ ജോർജ മെലോണി എല്ലാ രാഷ്ട്രതലവന്മാരെയും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ G7 ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനഡയുണ്ട്, ഫ്രാൻസുണ്ട്, ജർമ്മനിയുണ്ട്, ഇറ്റാലിയുണ്ട്, ജപ്പാനുണ്ട്, UK ഉണ്ട്, അമേരിക്ക. ഈ 7 രാജ്യങ്ങളാണ് G7 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇറ്റലിയുടെ മിനിസ്ട്രിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ജോർജ മെലോണിയാണ് അതിൻ്റെ ഒരു അധ്യക്ഷ എന്ന് പറയുമ്പോൾ, ഏത് രാജ്യത്താണോ അത് നടക്കുന്നത് ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനിയായിട്ടുള്ള ആളായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ നിന്ന് ജസ്റ്റിൻ ട്രൂഡോ ഉണ്ട്, അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്. ഫ്രാൻസിൽ നിന്ന് എമ്മാനുവൽ മാക്രോൺ, അദ്ദേഹം പ്രസിഡൻ്റാണ്. ജർമ്മനിയിൽ ഓൾഫ് സ്കൂൾസിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ നിന്നാണെങ്കിൽ ഫ്യൂമോ കിഷിദായുണ്ട്. യുണൈറ്റഡ് കിങ്ഡം നിന്നാണെങ്കിൽ ഋഷി സുനാക്കുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണെങ്കിൽ ജോ ബൈഡൻ. അപ്പോൾ ഈ പറയുന്ന ആളുകളും, അതുകൂടാതെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഉർസല വോണ്ടറും പിന്നെ ചാൾസ് മൈക്കൽ, ഇവരെയൊക്കെ കാണാം. ഇതുകൂടാതെ തന്നെ ഇതിലേക്ക് വരുന്നത് ഗസ്റ്റായിട്ട് വരുന്നവരുണ്ട്. അത് അൾജീരിയയിൽ നിന്നുള്ള അവിടുത്തെ പ്രസിഡൻ്റുണ്ട്, അറേബ്യ സൗദിത്ത അവിടെ നിന്നുള്ള ആൾക്കാരുണ്ട്, അർജൻറ്റീനയിലുണ്ട്, ബ്രസീലുണ്ട്, വത്തിക്കാൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട്, ഈജിപ്തിൽ നിന്നുണ്ട്, എമിറാത്തി അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് എമിറേറ്റ്സ് എന്നുണ്ട്, ജോർദാൻ, ഇന്ത്യ അതിന് വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നത്, കെനിയ, പിന്നെ മൗറീഷ്യസ് ഉണ്ട്, സുദാഫ്രിക്കയുണ്ട്, തുണിസ്യ, തുർക്കിയ, ഉക്രൈൻ. ഇങ്ങനെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും, അതുകൂടാതെ തന്നെ ബാങ്ക് ഓഫ് ആഫ്രിക്കയിലെ ഹെഡുണ്ടാകും, വേൾഡ് ബാങ്കിൻ്റെ ഹെഡുണ്ടാകും. അതുപോലെയുള്ള എല്ലാ ആളുകളും ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നതാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും
മോദിജി വരുമെന്നാണ് നമുക്കറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.